ഞങ്ങൾക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്ന് മഹാസഖ്യം ആധിപത്യം സ്ഥാപിക്കുമെന്ന് പറയുന്നു. ആദ്യ മണിക്കൂറിലെ ഫലത്തെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് നിതീഷ് കുമാറിൻ്റെ മഹാസഖ്യം ഭൂരിപക്ഷം കടക്കുന്നതായിട്ടാണ് ഞങ്ങളുടെ സൂചന. NDTV പക്ഷേ ഇപ്പോഴും NDA 114. ഞങ്ങൾക്ക് കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടുന്ന വിവരപ്രകാരം NDTV ഇപ്പോഴും BJP സഖ്യത്തിന് ഒരു ഭൂരിപക്ഷം. അതെ, ഭൂരിപക്ഷം NDAക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും ആധിപത്യം. അല്ല, ഏറ്റവും വലിയ തമാശ ഇപ്പോഴും ടൈംസ് നൗ 9 സീറ്റിന്റെ വ്യത്യാസം NDAക്ക് നൽകുന്നുണ്ട്. പക്ഷെ ടൈംസ് ഓഫ് ഇന്ത്യ ഓൺലൈൻ വ്യക്തമായ ഭൂരിപക്ഷം മഹാസഖ്യത്തിൽ പ്രവേശിക്കുന്നു. വളരെ 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 എന്താ പറയാ, പരമേശ്വരൻ സന്ത്രാസം നിറഞ്ഞ ഒരു നിമിഷം. ബിട്ടാസ് നേരത്തെ തള്ളി പറഞ്ഞ മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് മഹാസഖ്യമാണ് ജയിക്കാൻ പോകുന്നത്. നാഷണൽ മീഡിയ താങ്കൾ ബന്ധപ്പെട്ട പത്രക്കാരെ വേണം ഇനി നമ്പാം. അല്ല, ഞാൻ നിങ്ങൾ ഓരോ റിസൾട്ട് വരുന്നതിനനുസരിച്ച് എൻ്റെ മനോഭാവം മാറ്റിയാൽ ഞാൻ ജോണിനെ പോലെ ആവും. അത് തയ്യാറല്ല. ആരെ പോലെ ആവുന്ന മരിച്ചുപോയ ജോണിനെ പോലെ, മരിച്ചുപോയ ജോണിനെ പോലെ ഒരിക്കലും ആകരുത്. ജോണിനെ പോലെ അല്ലല്ല, മരിച്ച ജോണിനെ കുറിച്ചാണ് ജീവിച്ചിരിക്കുന്ന ജോണിനെ കുറിച്ചാണ്. അല്ലല്ലോ, അല്ല, അദ്ദേഹം പറഞ്ഞ മരിച്ച ജോണിനെ പോലെ. അതെ, എന്തായാലും ഷാഹിദ കമാലിനോട് സ്വകാര്യം ഒന്നും CP പറയില്ലെന്ന് എനിക്കറിയാം. അദ്ദേഹം പൊതുവെ സ്വകാര്യം പറയാത്ത ഒരാളാണ്. അല്ലെ പത്മകുമാറെ, അറിയാലോ CPനെ? അതെ, ദൂരെ തൊട്ടുള്ളൂ. CP വളരെ സൗമ്യനായിട്ടൊരു അധ്യാപകനാണ്. സ്വകാര്യം പറച്ചിന് വളരെ കുറവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അല്ല രാജേട്ടാ? അതുകൊണ്ട് ഷാഹിദ കമാൽ അങ്ങനെ അദ്ദേഹത്തെ സ്വകാര്യത്തിൽ വീഴിക്കരുത് കേട്ടോ. KVS ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ മഹാസഖ്യം ഒരു എഡ്ജ് നിലനിർത്താൻ സാധ്യത. ഇതാണ് ട്രെൻഡെങ്കിൽ ഇനിയിപ്പോൾ അത് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. 243-ൽ 133 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവണം. സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈംസ് നൗവിൻ്റെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 8 സീറ്റിൻ്റെ വ്യത്യാസമാണ്. ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഒരുപക്ഷെ ഞങ്ങൾ അനുമാനിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ട്രെൻഡ് പ്രകാരം 133ലേക്ക് കടന്നിരിക്കുന്നു. ഇതൊക്കെ ലീഡ് മാത്രമാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ലീഡ് മാത്രമാണ്. ഇത് വിധി പ്രഖ്യാപനം വന്നതല്ല. ബീഹാറാണ്, എന്തും സംഭവിക്കാം. എനിക്ക് ആശങ്കയില്ല, അത് കറക്റ്റായില്ല. ഇപ്പോൾ ചാരുപാറ രവിക്ക് ഉള്ള ഗുണമെന്ന് വെച്ചാൽ ശ്രീ വീരേന്ദ്രകുമാറിന്റെ കൂടെ അദ്ദേഹം ബീഹാറിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് വേണം പറയാൻ വേണ്ടി. അതെ, മാത്രമല്ല അദ്ദേഹം പറയാൻ പോകുന്നത് ശ്രീ വീരേന്ദ്രകുമാറിന്റെ ക്യാമ്പയിൻ കൊണ്ട് JDU ജയിച്ചു എന്ന് പറയും. അപ്പോൾ തിരിച്ച് രാജേന്ദ്രൻ ചോദിക്കും വയനാട്ടിൽ അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തില്ലേ എന്ന്. ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വന്തം സീറ്റിലും ഇതൊക്കെ വരാൻ പോകുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന ഉപചോദ്യങ്ങൾ കൂടി മനസ്സിൽ കണക്കെടുത്തിട്ട് മാത്രമേ പ്രസ്താവനകൾ നടത്താൻ പാടുള്ളൂ. ഞാൻ ശ്രീ വീരേന്ദ്രകുമാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രീ N രാജന്റെ മുഖം വല്ലാതെ മാറി. പി രാജന്റെ മുഖം വല്ലാതെ മാറി. അവിടെ ഈ ബീഹാറിൽ പാറ്റ്നയിൽ എല്ലാം തന്നെ RJDയുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നു. പക്ഷേ അവരുടെ നേതാക്കളുടെ ഒരു പ്രതികരണം വന്നു കഴിഞ്ഞാൽ കുറെ കൂടി വ്യക്തമാവും. പക്ഷേ ആരും തന്നെ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല. 135 നമ്മുടെ കണക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന കൊണ്ട് പീപ്പിളിന്റെ വിവരപ്രകാരം മഹാസഖ്യം വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുന്നു. NDA അതിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് നിതീഷിന്റെ സഖ്യം മുമ്പോട്ട് പോകുന്നു. അതേസമയം രാജ്യത്തെ 2 ചാനലുകൾ ടൈംസ് നൗവും NDTVയും ഇപ്പോഴും NDAക്ക് എഡ്ജ് കൊടുക്കുന്നു. ടൈംസ് നൗവിന്റെ കണക്ക് പ്രകാരം കേവലം 4 ലീഡ്, 4 സീറ്റിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. പക്ഷേ NDTV ഇപ്പോഴും 11 സീറ്റ്. RJDക്കാണ് പൊതുവെ JDUയെ അപേക്ഷിച്ച് മുന്നേറ്റമെന്ന് മനസ്സിലാക്കുന്നു. പത്മകുമാറെ, ലാലുവിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തതിൻ്റെ ഫലം ഉണ്ടായില്ല. ലാലു കൊതറി മുമ്പോട്ട് പോയി. അല്ല, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ വോട്ടാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇവർ മഹാസഖ്യത്തിൻ്റെ കാര്യമല്ല, NDA സഖ്യത്തിൻ്റെ കാര്യമല്ലല്ലോ. അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ജനങ്ങൾ പിന്തുണച്ചു. അതിൽ അവർണരും ഉണ്ടാവും, സവർണരും ഉണ്ടാവും, ലാലുവിൻ്റെ ഫോളോവേഴ്സും ഉണ്ടാവും, നിതീഷിൻ്റെ ആളുകളും ഉണ്ടാവും. അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നിൽക്കണം. ഓരോരുത്തരുടെ വ്യക്തിപ്രഭാവം മാത്രമാണ്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഒരുപക്ഷെ ഞങ്ങൾ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുകയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ലഭിച്ച സൂചന പ്രകാരം മഹാസഖ്യം വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു. 136-89. നമ്മോടൊപ്പം RSPയുടെ നേതാവ് ലോക്സഭാംഗം ശ്രീ NK പ്രേമേന്ദ്രൻ ചേരുന്നു. പ്രേമൻ,
താങ്കൾ അല്പം വൈകി വന്ന് എനിക്കൊരു ഒരു സംശയമുണ്ട്. അതായത് ഒരു ലീഡ് അവിടെ ആകട്ടെ എന്ന് വിചാരിച്ച് വന്നാണോ? അല്ലല്ല, ഞാൻ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലായിരുന്നു. പക്ഷെ താങ്കൾ കൃത്യമായ വിവരം കിട്ടണം ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടല്ലേ വന്നത്? അതെ അതെ അതെ. അതുകൊണ്ടാണ്. അതാണ് കൃത്യമായ വിവരം കിട്ടണമെങ്കിൽ ഞങ്ങളോടൊപ്പം പറഞ്ഞതിന് അറിയാം. അതുകൊണ്ട് പ്രേമേന്ദ്രൻ ഒരുപക്ഷെ കൊല്ലത്തുണ്ടായ ഒരു ക്ഷീണമാണ് ബീഹാറിൽ മാറ്റുമോ? കൊല്ലത്തുണ്ടായ ക്ഷീണം മാറുന്ന നിലയിലാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ്. വളരെ സത്യസന്ധമായിട്ട് വളരെ 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 പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം. മാധ്യമങ്ങളോട് തന്നെ എനിക്ക്, കാരണം ഞാൻ ഇത്രയും നേരം സ്റ്റുഡിയോയിൽ ഇരുന്നപ്പോൾ തുടക്കം മുതൽ ഇത്രയും നേരം വരെ BJP വൻപിച്ച മുന്നേറ്റം നടത്തുന്നു എന്ന നിലയിലാണ് മിക്കവാറും എല്ലാ മീഡിയാസും എഴുതി കാണിച്ചത്. പെട്ടെന്ന് ഈ വ്യത്യാസം എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് താങ്കൾ ഇരുന്ന ചാനൽ ഇപ്പൊ നിലപാട് മാറ്റി. അതാ ഞാൻ പ്രേമേന്ദ്രൻ ഞങ്ങൾ ചെയ്തൊരു കാര്യം റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിലാണോ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണോ? റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ മാറുമ്പോൾ മാറും, അതിനുശേഷം ചാനലിന്റെ അഭിപ്രായം മാറും. ഒരു സെക്കൻഡ്, ഞാൻ ഒരു കാര്യം പറയാം. അതായത് ബീഹാർ പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഒരു സ്ഥലത്ത് മേഖലകൾ, ജാതിക്കോട്ടകൾ, പ്രദേശങ്ങൾ, ഓരോ പാർട്ടിയുടെയും ശക്തി കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ചില മുന്നോട്ട് ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ട് ചില കണക്കുകൾ തയ്യാറാക്കും. അതൊക്കെ നമ്മുടെ ഓരോ പ്രാഗൽഭ്യം അനുസരിച്ചിരിക്കും. ഇപ്പം ബീഹാറിൽ തുടർച്ചയായി യാത്ര ചെയ്ത ഒരു പാരമ്പര്യമുള്ളതാണ് പരമേശ്വരൻ. ഞാനും കുറേ കാലം യാത്ര ചെയ്തിട്ടുണ്ട്, പ്രേമേന്ദ്രൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമുക്ക് ഓരോ മേഖലയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പം വ്യക്തമായ സൂചകങ്ങൾ മാത്രമല്ല അനുമാനങ്ങളും കൂടി കൂട്ടിയിണക്കി. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ചെയ്തിരുന്നൊരു കാര്യം ഞങ്ങളുടെ മാത്രം അനുമാനമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളുടെ വിവരങ്ങൾ ഞങ്ങൾ പ്രേമേന്ദ്രൻ നൽകിക്കൊണ്ടിരുന്നു. ഇപ്പോഴും ടൈംസ് നൗ NDTVയും NDAക്ക് എഡ്ജ് കൊടുക്കുന്നു. ഞങ്ങൾ ഇപ്പം ബീഹാർ ചാനലുകൾ ഇപ്പൊ എന്താ പറയുന്നത്? ബീഹാർ ചാനലുകൾ പ്രേമേന്ദ്രൻ CP ബീഹാർ ചാനലുകൾ മഹാസഖ്യത്തിന് ഒരു ഭൂരിപക്ഷം. അപ്പോ വളരെ പ്രധാനപ്പെട്ട വിഷയം, ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ വളരെ കൃത്യമായി ഞങ്ങൾ കഴിയുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസർ, ടൈംസ് ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് അതിനകത്തൊന്നുമില്ല. ഒരു റിസൾട്ടും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ വൻ പരാജയത്തിലേക്ക് പോകുന്നത്. അതായത് ബീഹാർ ഇലക്ഷൻ സെർച്ച് ഞങ്ങൾ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് പ്രേക്ഷകർക്ക് സമ്പൂർണ്ണ വിവരം എല്ലാ വാർത്താ സ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായിട്ട് NDTVയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരുന്നു. NDAക്ക് 110, JDU 105. ഒരു കണക്കിന് ഞങ്ങളുടെ പിന്നിൽ നിന്നിരുന്ന ഒരുപക്ഷെ NDAക്ക് വിജയം പ്രവചിച്ചിരുന്ന ചാനലുകൾ പോലും തിരുത്തി കുറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ടൈംസ് നൗ പോലും മഹാസഖ്യത്തിന് എഡ്ജ് കൊടുക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഞങ്ങൾ 136 35 എന്നുള്ള സംഖ്യയിൽ ഞങ്ങൾ നിൽക്കുന്നു. അത് ഏറ്റക്കുറച്ചിലുണ്ടാകാം. ഇത് ലീഡ് മാത്രമാണ്. വളരെ ഉദ്വേഗജനകമായിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ബീഹാർ പാട്ടലിപുത്രം വേദിയാകുന്നത്. പ്രേമേന്ദ്രൻ ഡൽഹി രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്നു. ഒരുപക്ഷെ അതിന് ആദ്യത്തെ അലയൊലി ഉണ്ടാകാൻ പോകുന്നത് ലോകസഭയിലും രാജ്യസഭയിലാണ്. താങ്കളിപ്പോൾ സൗമ്യനായിരിക്കും, ഡൽഹി എത്തിക്കഴിഞ്ഞാൽ താങ്കൾ രൗദ്രഭാവത്തിലായിരിക്കും. തീർച്ചയായിട്ടും ഇത് തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയം മഹാസഖ്യത്തിന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും. ഇത് ശരത് യാദവിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. ബീഹാറി ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഇനി ഒരു 1/2 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഒരു 10-11 മണിയോട് കൂടിയിട്ട് ചിത്രം വ്യക്തമാകും. നിലവിൽ NDTV ഒഴിച്ച് ഇന്ത്യയിലെ എല്ലാ ചാനലുകളും പ്രേക്ഷകരുടെ അറിവിലേക്ക് NDTV ഒഴിച്ച് ഇന്ത്യയിലെ എല്ലാ ചാനലുകളും വാർത്താ സ്രോതസ്സുകളും മഹാസഖ്യത്തിന്റെ വിജയം പ്രവചിക്കുന്നു. മഹാസഖ്യത്തിന് വ്യക്തമായ ലീഡ്. മോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിപരീക്ഷയായിരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുന്നു എന്നുള്ള സൂചകം ശക്തിപ്പെടുന്നു. ഒരു തരത്തിലും ഒരു സന്നിഗ്ധാവസ്ഥ ഇല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ 150 സീറ്റുകൾ നേടുമെന്ന് ശരത് യാദവ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നു. പത്മകുമാർ ഒരു വാചകത്തിൽ പറയൂ, ഒരു വാചകത്തിൽ. റിസൾട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, തിരുവനന്തപുരത്ത് ചക്കയിട്ട് കഴിഞ്ഞാൽ പാട്നയിൽ ഫൈനൽ റിസൾട്ട് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു NDA സഖ്യം അധികാരത്തിൽ. പത്മകുമാറിന്റെ ഗുണം എന്ന് വെച്ചാൽ പെർപെച്വൽ ഓപ്റ്റിമിസ്റ്റ്. ഞാൻ മനസ്സിലാക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ പാർട്ടിക്കും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് വോട്ട്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഇൻഡിക്കേഷൻസ് നൽകുന്നുണ്ട്. അത് നേരത്തെ ഞാൻ തന്നെ വെബ്സൈറ്റിൽ കണ്ടതാണ്. ജനതാദൾ യുണൈറ്റഡിൻ്റെയും അതുപോലെ തന്നെ RJDയുടെയും വോട്ടിംഗ് പെർസെൻറ്റേജ് അത് വളരെ വ്യക്തമായ ഇലക്ഷൻ വെബ്സൈറ്റിൽ വന്നതാണ്.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പോലുമുള്ള ഒരു വിലയിരുത്തൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമായിട്ട് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാധ്യമങ്ങളല്ലേ? ഞാൻ പൊതുവെ പറയുകയാണ്. പൊതുവെ പറയരുത്. ഇത്രയും ഒരു കൺഫ്യൂഷൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഉണ്ടാകാത്തതാണ്. പ്രേമേന്ദ്രൻ, അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ദയവ് ചെയ്ത് പീപ്പിൾ കണ്ടുകൊണ്ടിരിക്കണം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാരണം അതാണ്. അതായത് നമുക്ക് പൊതുവിലുള്ള ഒരു രീതി അതെ, അതുകൊണ്ടാണ് പത്മകുമാർ സ്ഥിരമായിട്ട് പീപ്പിൾ കാണുന്നത്. അതുകൊണ്ടാണ് ഷാഹിദ കമാലിന്റെ പാർട്ടി നേതാക്കള് ഇന്ദിരാഭവനിൽ പീപ്പിൾ മാത്രം വെക്കുന്നത്. അതായത് വ്യക്തമായിട്ട് ഒരു അതൊന്നുമല്ല, VM സുധീരൻ കാണുന്ന ചാനലിലെ പീപ്പിൾ ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് കഴിഞ്ഞ ഒരു മാസക്കാലത്തെ എല്ലാ ക്യാമ്പയിൻ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങളെ കാണുന്നത് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു കാര്യം, പക്ഷെ ഇതിനിടയിൽ ഒരു ദുരന്തം സംഭവിച്ചത് പ്രേമേന്ദ്രൻ അറിഞ്ഞോന്നറിയില്ല. ഒരു DCC സെക്രട്ടറി പാർട്ടി ഓഫീസിൽ ആത്മഹത്യ ചെയ്തു. തെരഞ്ഞെടുപ്പിലേറ്റ വൻ പരാജയം. കോൺഗ്രസ് അദ്ദേഹത്തെ കാലുവാരി, അദ്ദേഹത്തെ അവഹേളിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹം ജീവിതം വെടിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കാൻ പോകുന്ന വാർത്ത കൂടിയാണെന്ന് ഞങ്ങൾ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യമായിട്ട് ടൈംസ് നൗ 100-ലേറെ സീറ്റുകൾ മഹാസഖ്യത്തിന് പ്രദാനം ചെയ്തു. NDTV ആദ്യമായിട്ട് ഒരുപക്ഷെ NDA വിജയിക്കുമെന്ന് 1.5-2 മണിക്കൂറായി പറഞ്ഞുകൊണ്ടിരുന്ന NDTV ആദ്യമായിട്ട് മഹാസഖ്യത്തിന് 2 സീറ്റിന്റെ ഒരു എഡ്ജ് കൊടുക്കുന്നു. പക്ഷേ കൊടുക്കാൻ തയ്യാറല്ല, വിട്ടിരിക്കുന്നു. പക്ഷേ എങ്കിലും ക്ലോസ് ഫൈറ്റ് വീണ്ടും തിരുത്തി. വളരെ സംഭവകരമായ ഉദ്വേഗജനകമായ പോരാട്ടത്തിനാണ് ബീഹാർ വേദിയാക്കുന്നത്. ഒരുപക്ഷെ ഒരു അവധി ദിവസത്തിൽ ഇതുപോലെ ഉദ്വേഗത്തിന് പ്രേക്ഷകരെ, ജനങ്ങളെ, ചാനലുകൾ വിധേയരാക്കാൻ പാടുള്ളൂ എന്നുള്ള പ്രേമേന്ദ്രന്റെ ചോദ്യത്തിന് ഒരുപക്ഷെ ചാനൽ മേധാവികൾ മറുപടി പറയണം. ഞങ്ങൾ ഉദ്യോഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതാണ് ശ്രീ P. രാജൻ പറയാൻ ശ്രമിച്ചത്. മാർക്കറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് അല്ലേ? ഞങ്ങൾ അതല്ലേ പറഞ്ഞു. അല്ല, അതെല്ലാവർക്കും CPM അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികൾ കൂടി ഈ മഹാസഖ്യത്തിൽ വന്നിരുന്നെങ്കിൽ വിജയം കുറെ കൂടെ മെച്ചപ്പെട്ടതാകുമായിരുന്നു. CPM വളരെ വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിച്ചുകൊണ്ടാണ് ഈ ദുഷ്കരമായ അവസ്ഥ ഉണ്ടായത്. നിങ്ങളുടെ ഇടതുപക്ഷ സഖ്യം അവിടുത്തെ മഹാസഖ്യത്തോട് ചേർന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഉദ്വേഗം ഉണ്ടാകില്ലായിരുന്നു എന്നത് ഒറ്റ വാചകത്തിൽ പറ. അല്ല, ഇടതുപക്ഷത്തിന് ഒരു നയസമീപനമുണ്ട്. ആ നയസമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മഹാസഖ്യവും NDAയും. ഞങ്ങൾ ശ്രമിക്കുകയല്ല. അല്ല, ഇതിനകത്ത് ഒരുപാട് സമ്മിശ്രമായിട്ടുള്ള CP ഇതിനകത്ത് വരാൻ പോകുന്ന ഒരുപാട്. ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലാണ് ഈ മഹാസഖ്യത്തെ കണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രേമേന്ദ്രൻ, ലാലുവിൻ്റെയൊക്കെ സ്വഭാവം മാറും. ഇപ്പോൾ വന്നിരിക്കുന്ന അംഗസംഖ്യ പ്രകാരം ലാലു പ്രസാദ് യാദവിൻ്റെ RJDക്കാണ് മേൽക്കൈ. അതുകൊണ്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാറാണെന്ന് പറഞ്ഞാൽ പോലും വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും പാലം വലിക്കാം. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള നിഹിതമായിട്ടുള്ള ഒരു രൂപമോ ഭാവമോ ഇല്ല. താങ്കൾക്കറിയാമല്ലോ. പക്ഷേ എന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പൊതുവായി വിലയിരുത്തുമ്പോൾ തുടക്കം മുതൽ തികഞ്ഞ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ലാലു പ്രസാദ് യാദവാണ്. മാത്രവുമല്ല അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരിക്കും. ഡെപ്യൂട്ടി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലും RJDയുടെ പ്രതിനിധിയാണെങ്കിൽ പോലും നിതീഷ് കുമാർ വളരെ ഒരുപക്ഷെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇതുവരെ കാണാത്ത ഒരു അച്ചടക്കവും ചിട്ടയും കൺസിസ്റ്റൻസി ലാലുവിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മഹാസഖ്യത്തിന്റെ നേതാക്കളിൽ നിന്നും ഉണ്ടായി. ഈവൻ കോൺഗ്രസ് നേതാക്കൾ പോലും വളരെ അച്ചടക്കത്തോടു കൂടി തന്നെയാണ് ഈ സഖ്യത്തെ കണ്ടത്. ഒരു ക്രോസ് കോണ്ടാക്റ്റും ഉണ്ടായില്ല, ക്രോസ് സർക്യൂട്ടും ഉണ്ടായില്ല, റിബലുണ്ടായില്ല. ഇവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും റിബലുകളെ ഒഴിവാക്കാൻ കോൺഗ്രസ് പാടുപെട്ടപ്പോൾ വലിയൊരു ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു ഭൂമികയിൽ ഒരു അച്ചടക്കത്തോടെയുള്ള കെട്ടുറപ്പോടെയുള്ള ഒരുപക്ഷെ ജീവൻ മരണ പോരാട്ടമല്ലേ, മരണം മണി NDTV കൂടി ഞങ്ങളൊപ്പം വന്നിരിക്കുന്നു. പീപ്പിളിന്റെ പ്രവചനത്തിന്റെ ഒപ്പം NDTV വരുന്നു. മഹാസഖ്യത്തിന് ഒരു എഡ്ജ് NDTV പ്രദാനം ചെയ്യുന്നു. മഹാസഖ്യം 112, NDA രാഷ്ട്രീയം മാറിമറിയുന്നു. ഒരുപക്ഷെ മോഡിയുടെ അഗ്നിപരീക്ഷ ആരംഭിച്ചിരിക്കുന്നു. ബീഹാറിന്റെ കാറ്റ് ആദ്യം വീശാൻ പോകുന്ന പത്മകുമാറെ ഡൽഹിയിലാണെന്നുള്ള കാര്യം ഏവർക്കും അറിയാം. 2010 ഇതായിരുന്നു സിറ്റുവേഷൻ. JDU 115, BJP 91, RJD 22, കോൺഗ്രസ് 4, LJP 3, മറ്റുള്ളവർ 8. ഇതാണ് 2010. നമുക്കിത് കാണിക്കേണ്ട സമയമായിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ കാണിക്കാൻ പാടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഞങ്ങളുടെ പ്രവചന പ്രകാരം 137 സീറ്റിൽ
മഹാസഖ്യം ലീഡ് ചെയ്യുന്നു 130 സീറ്റിൽ. NDTV 115 സീറ്റ് മഹാസഖ്യത്തിന് കൊടുക്കുമ്പോൾ 105 സീറ്റ് മാത്രമേ. ഇതാ ഞങ്ങളുടെ വ്യക്തമായ പ്രവേദനം. ഞങ്ങൾ കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മഹാസഖ്യത്തിന് ലീഡ് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു 45 മിനിറ്റ് മാത്രമായിരുന്നു NDAയുടെ ലീഡ്. 1.5 മണിക്കൂറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മഹാസഖ്യത്തിന്. അതേസമയം തന്നെ ഞങ്ങൾ എല്ലാ വാർത്താ സ്രോതസ്സുകളിലുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കൈമാറിക്കൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ 2 മക്കളും ലീഡ് തിരിച്ചു പിടിച്ച അവർ 2 പേരും മുന്നിലാണ്. CPയുടെ പകുതി ആഗ്രഹം നടക്കുന്നില്ല, പാതി ആഗ്രഹം സഫലമായി. അതായത് മഹാസഖ്യത്തിനെ വിജയിപ്പിക്കാൻ അത് അനിവാര്യമാണെങ്കിലും അവർ പരാജയപ്പെടുന്നത് കുടുംബവാഴ്ചയ്ക്ക് അറുതി വരിക്കാൻ സഹായിക്കുമെന്നുള്ള സമ്മിശ്രമായ പ്രതികരണം അദ്ദേഹത്തിന്റെ മെഡൽ ഓഫ് ബ്ലാങ്കറ്റിൽ നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ BJPയുടെ ബീഹാർ സംസ്ഥാന അധ്യക്ഷൻ നന്ദകിഷോർ യാദവ് പിറകിലാണ്. പത്മകുമാർ, ഞെട്ടിക്കുന്ന വാർത്ത. ഒരു ഞെട്ടിക്കുന്ന വാർത്തല്ലോ ഓരോ ഒരുപക്ഷെ പരാജയം BJP പരാജയം മണക്കുന്നു എന്നുള്ള ആദ്യ സൂചന വന്നിരിക്കുന്നു. അന്തിമ ഫലം വരെ കാത്തിരിക്കണമെന്ന് BJP. അന്തിമ ഫലം വരെ. അത് സാങ്കേതികമായി ശരിയാണെങ്കിൽ പോലും അതൊരു ജാഗ്രതപ്പെടുത്തലാണ്, പരാജയത്തിന്റെ ഒരു അർദ്ധസമ്മതമാണെന്ന് ഞാൻ മനസ്സിലാക്കും. KVS ശരിയല്ലേ? അല്ല, ഒരു അണികൾക്ക് കൊടുക്കുന്ന സന്ദേശമാണത് വ്യക്തമായിട്ട്. വെയിറ്റ് ആൻഡ് സീ എന്നുള്ളത് നമ്മൾ വെയിറ്റ് ആൻഡ് സീ. അതായത് ആദ്യമുണ്ടായിരുന്ന ഒരു ചുവടുവെപ്പ്, ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്ന പാർട്ടിയായിരുന്നു, പാട്നയിൽ പ്രകടനം നടത്തിയ പാർട്ടിയായിരുന്നു. ഇതിനിടയിൽ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 4 ആയിരുന്ന സംഖ്യ 12ലേക്ക് ഷാഹിദ കമാലിനെ പാർട്ടി വർദ്ധിപ്പിക്കുന്നു. നിതീഷിന്റെയും ലാലുവിന്റെയും ഓരോ തോളിൽ ചവിട്ടി 3 ഇരട്ടി അംഗസംഖ്യയിലേക്ക് പോകുന്നു. 25 വർഷം മുമ്പ് ബീഹാർ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം മറക്കാതെ തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷമായിരുന്നു പ്രധാനം. അതെ, ഒരുപക്ഷെ CPയുടെയും RSPയുടെയും ഒക്കെ സീറ്റിന്റെ അംഗസംഖ്യ കൂടി ഞങ്ങൾ ഇവിടെ കണക്കിലെടുക്കാൻ പോവുകയാണ്. RSPനകത്ത് ഉണ്ടായിരുന്നില്ലേ 9 സീറ്റ്? പ്രേമേന്ദ്രൻ അവിടെ CP സീറ്റ് കൊടുത്തല്ലേ? അല്ല, അവിടെ ഇത് മഹാസഖ്യം 138, NDA 89, മറ്റുള്ളവർ 7. ഒരുപക്ഷെ സംഭവബഹുലമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുവാണ്. NDTV ആദ്യമായിട്ട് ഒരു കേവല ഭൂരിപക്ഷം JDUവിന് 118, BJP 100, NDA 104. വളരെ വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ്, ജനവിധിയിലേക്കാണ് ബീഹാർ പോകുന്നത്. ആദ്യം വിചാരിച്ചു NDA മേൽക്കൈ, പിന്നീട് വിചാരിച്ചു ഫോട്ടോ ഫിനിഷ്, പിന്നീട് മഹാസഖ്യത്തിന്റെ ഒരു വ്യക്തമായ ഒരു ചുവടുവെപ്പ് വരുന്നു. ഷെയ്ഖ് ബി ഹരീസ്, ഒരുപക്ഷെ താങ്കളുടെ സഹപ്രവർത്തകർ ഇവിടെയുണ്ട്, നമുക്ക് ക്വിക്കായിട്ട് താങ്കളിലേക്ക് അധികം പോകാൻ പറ്റില്ല, പക്ഷെ പെട്ടെന്നുള്ള പ്രതികരണം പറയും. അല്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം, പ്രത്യേകിച്ച് BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്താകെ പടർന്നുയർന്നു വരുന്ന പെട്ടെന്ന് 2 വാചകം പറഞ്ഞു നിർത്തൂ, നമുക്ക് പെട്ടെന്ന് ഫലത്തിലേക്ക് പോകേണ്ടതുണ്ട്. പെട്ടെന്ന് പറയൂ. കൺട്രോൾ റൂം ശ്രദ്ധിക്കുക. വിജയമായിരിക്കും, മതേതരത്വത്തിൻ്റെ വിജയമായിരിക്കും, മോഡി ഗവൺമെന്റിന്റെ വാട്ടർലൂ ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഡി ഗവൺമെന്റിന്റെ വാട്ടർലൂ. KVS, ഒരുപക്ഷെ ഞങ്ങൾ ചില കാര്യങ്ങൾ, ഒരുപക്ഷെ മോഡി പരാജയപ്പെട്ടാൽ ബീഹാറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂം വൈകാതെ അത് ഞങ്ങളുടെ സ്ക്രീനിൽ ഇടണം. അത് വളരെ അനിവാര്യമായിട്ടൊരു സംഭവമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മഹാസഖ്യത്തിന്റെ ലീഡ് 140 ഉയർന്നിരിക്കുന്നു. 140, NDA 87, മറ്റുള്ളവർ 8. മഹാസഖ്യം 140, NDA 87, മറ്റുള്ളവർ 8. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, JDUവിനേക്കാൾ RJD ആണ് മുന്നിൽ. RJDക്ക് മേൽക്കൈയുണ്ട്. ഇതിന്റെ വ്യക്തമായ ഒരു ബ്രേക്കപ്പ് നമുക്ക് ഇനിയും കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ എങ്കിൽ പോലും ഞങ്ങൾ സേഫ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ശ്രീ പ്രേമേന്ദ്രൻ, ഇതാ നോക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട, ഞങ്ങളിത് ഒന്ന് കടന്നു പോവുകയാണ്. അതായത് ഓടിപ്പോയ മോദി ഇതായിരിക്കാം ഒരുപക്ഷെ ബീഹാർ നൽകുന്നത്. ആർക്കും തർക്കമുണ്ടോ? പത്മകുമാർ തർക്കമില്ലല്ലോ. അല്ല, KVS തർക്കമുണ്ടോ? അല്ല, അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് ഓക്കെ. അടുത്തത്
ബി ജെ പിയിൽ ഒരു പൊട്ടിത്തെറി സാധ്യമാകുമോ? ഒരുപക്ഷെ ഞാൻ തയ്യാറാക്കി കൊടുത്തൊരു കണക്കുണ്ട് രാജീവേ, ദയവ് ചെയ്തിട്ട് അത് ആശ്രയിക്കുക. വർഗീയ രാഷ്ട്രീയം മോദിക്ക് ഇതാണ്, ഇതല്ല സാറേ, ഇവിടെ സാർ മോഡി പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നത് സംബന്ധിച്ച് നമ്മൾ നടത്തിയ അനുമാനങ്ങളാണ് നമുക്ക് സ്ക്രീനിൽ ഇപ്പം വേണ്ടത്. ദയവ് ചെയ്ത് അതിലേക്ക് വരിക. മോദി BJP-യിൽ പൊട്ടിത്തെറി. ഇതിന് പറയാൻ കാരണം അമിത്ഷായുടെ സ്ട്രാറ്റജി രണ്ടാമതും പരാജയപ്പെടുന്നു. ഡൽഹിയിൽ പരാജയപ്പെട്ടു. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ചില അവസരങ്ങൾ ശത്രുഘ്നൻ സിൻഹ പോലുള്ള ആൾക്കാർ നടത്തിക്കഴിഞ്ഞു. യശ്വന്ത് സിൻഹ പറഞ്ഞൊരു കാര്യമുണ്ട്, 80 വയസ്സ് കഴിഞ്ഞവരെല്ലാം ബ്രെയിൻ ഡെഡായിട്ട് BJP പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ പോലെയാണ് കാണുന്നത്. AVS LK അദ്വാനിയെ മസ്തിഷ്ക മരണം സംഭവിച്ച ആളായിട്ടാണ് BJP കാണുന്നത്. അടുത്ത് പറഞ്ഞു. അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട ഇത് മതേതര സഖ്യങ്ങൾ ശക്തമാവും. ഒരുപക്ഷെ മുലായം സിംഗ് യാദവ് കൂടി ഈ JDU-യിൽ ചേർന്ന് ആ സഖ്യം ശക്തമാവാം, കോൺഗ്രസുമായിട്ടുള്ള ധാരണ ശക്തമാവാം, മതേതര സഖ്യത്തിലേക്ക് കൂടുതൽ പാർട്ടികൾ വന്നേക്കാം. അതിനുള്ള സാധ്യത എത്ര കണ്ടുണ്ട് പരമേശ്വരൻ? ബീഹാറിൽ ഇനി വേറെ മതേതര സഖ്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടികളാണ് ഉള്ളത്. ഇടതുപക്ഷ പാർട്ടികൾ സമീപനം വ്യക്തമാക്കി. ബീഹാറിൽ മാത്രമല്ല, ദേശീയ മതേതര സഖ്യത്തിൽ വേറെ പ്രത്യേകതയുണ്ട്. BJP എതിർക്കുന്നു പറഞ്ഞാൽ YYCയും മതേതരത്തിൽ കൂട്ടും, അങ്ങനെയും സഖ്യം ശക്തിപ്പെടും. അല്ല, ബീഹാർ ഈ റിസൾട്ട് ശരിയാണെങ്കിൽ ബീഹാർ നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ BJP-യെ അതേപോലെ തന്നെ മോഡിയെ എതിർക്കണമെങ്കിൽ വിശാലമായ സഖ്യം ആവശ്യമാണ് എന്നുള്ളതിൽ ഊന്നുകയാണ്. കാരണം ആ ഊന്നൽ പല സംസ്ഥാനങ്ങളിലും ഗുണം ചെയ്യും. പ്രത്യേകിച്ചും 2017 ഇലക്ഷൻ നടക്കുന്ന ഉത്തർപ്രദേശ്, ആ ഉത്തർപ്രദേശിൽ ആ രീതിയിലുള്ളൊരു സഖ്യം വന്നാൽ സ്വാഭാവികമായിട്ടും BJP-ക്ക് കനത്ത തിരിച്ചടിയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ MP-മാരെ സംഭാവന ചെയ്ത ഉത്തർപ്രദേശാണ്. 71+1 72 MP-മാരുണ്ട്. ആ 72 MP-മാരെ സംഭാവന ചെയ്ത UP-യിൽ തിരിച്ചടി ലഭിച്ചാൽ അതൊരു BJP-യുടെ മൊറൈലിനെ തകർക്കുന്ന സാധനമായിരിക്കും. കാരണം ആ രീതിയിലുള്ള ഒരു വലിയ മാനം ഈ റിസൾട്ടിനുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ പറ്റില്ല. അതേസമയം ശ്രീരാജൻ ഇപ്പോൾ UP-യിലെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ മുന്നിൽ കാണേണ്ടത് ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് ഈ ജനതാ പരിവാറിൻ്റെ ഒരു ഏകീകരണം. അതിന് തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ചർച്ച നടന്നിട്ട് അത് തന്നെ എവിടെ എത്തിയിട്ടില്ല. മുലായം സിംഗ് ആണെങ്കിൽ കുറേ സ്ഥാനാർത്ഥികളെ ബീഹാറിൽ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇനി രണ്ടാമത്തിൽ ഇപ്പോൾ UP ഇലക്ഷനെ കുറിച്ച് വന്നാൽ നമ്മൾ ശരിയാണ്, ദേശീയ തലത്തിൽ മോഡിക്ക് എതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഈ പരാജയം. പക്ഷേ UP ഇലക്ഷനിലൊക്കെ മായാവതിയും മുലായം സിംഗും കൂടി ഏതെങ്കിലും കാലത്ത് ഒന്നിച്ചു വരുമോ? മായാവതിയും മുലയും കൂടി ഒന്നിക്കാത്തിടത്തോളം കാലം UP-യിൽ എന്തൊരു മഹാസഖ്യം ഉണ്ടാകാൻ പോകുന്നേ? കോൺഗ്രസും മുലയും തമ്മിൽ സഖ്യത്തിൽ വരാൻ സാധ്യതയുണ്ടോ? ഒരു കാലത്തും മുലായം സിംഗ് യാദവ് കോൺഗ്രസുമായിട്ട് കൈകോർക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ മുലായമിനും ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ രണ്ടുപേരുടെയും വോട്ട് ബാങ്ക് ഒരേ വോട്ട് ബാങ്കിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നവർ രണ്ടുപേരും, അവർക്ക് രണ്ടുപേർക്ക് അത് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. വളരെ വളരെ ഒരുപക്ഷെ ഈ സമയത്ത് നമുക്ക് പ്രേക്ഷകർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ പറഞ്ഞു നൽകണം. 143 സീറ്റിന്റെ വ്യക്തമായ ആധിപത്യം മഹാസഖ്യം. ഇതാണ് മഹാസഖ്യ വിജയത്തിന്റെ അനന്തരഫലം. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ പറയണം. ഞങ്ങളുടെ റിസർച്ച് തയ്യാറാക്കിയതാണ്. പട്നയുടെ കാറ്റ് ഡൽഹിയിലേക്ക്. സംശയമുണ്ടോ പി രാജേട്ടൻ? രാഷ്ട്രീയത്തിന്റെ കാറ്റ് ഉദ്ദേശിക്കുന്നത് മോഡി രാജിവെക്കുന്നു. പ്രേമേന്ദ്രൻ എന്താണ്? അല്ല, തീർച്ചയായിട്ടും പാറ്റ്നയിൽ ഉണ്ടായിട്ടുള്ള ഈ ഡെവലപ്മെന്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ആ കാറ്റ് തീർച്ചയായും വരാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഭംഗിയായി വ്യക്തമായി. അടുത്തത് മോദിക്ക് അസ്വസ്ഥതയുടെ നാളുകൾ. കാരണം ഞാൻ പറയാം, പത്മകുമാർ ഒരുപക്ഷെ ഡൽഹി രാഷ്ട്രീയത്തെക്കുറിച്ച് അല്പം ഗ്രാഹ്യം എനിക്കുള്ളതുകൊണ്ട് പറയാം. അതായത് ഡൽഹിക്ക് സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയില്ല. മഞ്ഞ് എവിടെ പെയ്യുന്നു അവിടെയാണ്. ഹിമാചലിൽ മഞ്ഞ് പെയ്താൽ അതിൻ്റെ തണുപ്പ് ഡൽഹിക്കാണ്. പട്നയിലും ലക്നൌയിലുമുള്ള രാഷ്ട്രീയ കാറ്റാണ് ഒരുപക്ഷെ ഡൽഹിയിൽ വീശുന്നത്. കേൾക്കുക, മോദിക്ക് അസ്വസ്ഥതയുടെ നാളുകൾ. ഒരുപക്ഷെ വളരെ ശീഘ്രവേഗതയിൽ പായുന്ന മോഡി അവിടെ തടയപ്പെടുകയാണ്. 2, തീവ്ര ഹിന്ദുത്വത്തിന് തിരിച്ചടി. മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവനകൾ, ബീഫ്, ഒരുപാട് ജൽപ്പനങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ ഒരു കാലിക രാഷ്ട്രീയത്തിൽ ചെലവാകില്ലെന്നുള്ള തിരിച്ചറിവ്. 4, കൂടുതൽ പ്രതിപക്ഷം ഐക്യം കാണിച്ചാൽ
31% മാത്രം വോട്ടുകളുള്ള മോഡി അധികാരത്തിലേറിയ പ്രവണത ഇനി തുടരാൻ കഴിയില്ലെന്ന പ്രഖ്യാപനം പ്രതിപക്ഷത്തിന് കിട്ടുന്നു. ബദ്ധശത്രുക്കളായിട്ടുള്ള ലാലുവും നിതീഷ് കുമാറിനും യോജിക്കാമെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒരുപാട് ഒത്തുചേരലുകൾ വരുന്നു. ഡീൻ എന്നോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇപ്പോൾ കഴിഞ്ഞ 1.25 വർഷക്കാലത്തിനിടയിലെ മോഡി ഗവൺമെന്റ് അവർ ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നിയമം ഓക്കെ, തിരിച്ചു വരാം. അങ്ങനെ വിശദമായിട്ട് പോകാൻ സമയമില്ല. നമുക്ക് ഏറ്റവും തിരക്ക് പിടിച്ച സമയമാണ്. അടുത്ത പോയിന്റ്, മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരെ ആഭ്യന്തര പടനീക്കം. പ്രേമേന്ദ്രൻ പറയൂ. ഏറ്റവും പ്രസക്തമായിട്ടുള്ള നിങ്ങളുടെ വിലയിരുത്തൽ അതാണ്. കാരണം ഇന്ന് BJPയെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട അച്ചുതണ്ട് മോദി അമിത്ഷാ കൂട്ടുകെട്ടാണ്. കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റം, BJP കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിനും അമിത്ഷായുടെ പ്രത്യേക പരിഗണനയാണ്. മാത്രവുമല്ല, നേരത്തെ ഞാൻ ഒരു ചാനലിൽ കണ്ടത് ഈ ഷാറൂഖ് ഖാനെതിരായി ശക്തമായ പ്രതികരണം നടത്തിയ കൈലേഷ് വിജയവാർഗിയ അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഏറ്റവും വലിയ നേരവകാശി ശ്രീ അമിത്ഷാ എന്നാണ്. ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രസിഡന്റും പ്രധാനമന്ത്രിയും കൂടെ അച്യുതണ്ണനൊക്കെ അത് എത്രയോ മോശമാണ്. അടുക്കളയില് അച്ഛനും മകനും അതിനെ പിന്താങ്ങിയവരാണ്. അതിവിടെ ഇപ്പോഴത്തെ പരാജയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. KVS ഇരിക്കുന്ന പോലെ കമ്പോസ്റ്റ് ആയിട്ടിരിക്കും. എന്താ കാരണം മോഡിയുടെ ആരാധകരാണ്. എങ്കിൽ പോലും ഇപ്പോഴത്തെ പരാജയത്തിന്റെ അനന്തരഫലം എന്താണെന്നുള്ളത് ഞങ്ങൾ വരച്ചു കാണിക്കുകയാണ്. ഒരുപക്ഷെ ആർക്കും വിയോജിപ്പുണ്ടാകേണ്ടില്ല. ഒരു ചാനലും ചെയ്യാത്ത രീതിയിൽ ഞങ്ങൾ ഒരുപക്ഷെ ക്വിക്കായിട്ട് ഞങ്ങൾ റിസർച്ച് വിങ് തയ്യാറാക്കിയതാണ്. ഒരു ഡിസ്പ്യൂട്ടും ഉണ്ടാകേണ്ടതില്ല. അടുത്തത്, ഇവിടെ മോദി അമിത്ഷാ കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ BJPയിലെ ട്രഡീഷണൽ ആയിട്ട് നേതാക്കന്മാർക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ എപ്പോഴും പല രൂപത്തിലും നൊരയും പതയുമായിട്ട് വരാറുണ്ട്. അടുത്തത്, UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കിതക്കേണ്ടി വരും. ഒരു വർഷത്തിനുള്ളിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കേരളം, പശ്ചിമ ബംഗാൾ, അവിടേക്ക് ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ അസം വരിഞ്ഞു മുറക്കപ്പെടുന്നു. അതായത് ബീഹാറിന്റെ പറയൂ. നേരത്തെ ഉണ്ടായിരുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു സൈഡിലും കോൺഗ്രസ് വിരുദ്ധർ ഒരു സൈഡിലാണ്. ഇപ്പൊ അത് മാറിയിട്ട് BJP ഒരു പോയിന്റിലും BJP വിരുദ്ധർ ഒരു സൈഡിലാണ് ഇന്ത്യയിൽ വരുന്നത്. അവിടെ അല്ല, അത് വരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിയാണ്. ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നില്ല ഇനി പ്രേമേന്ദ്രൻ അമിത്ഷായ്ക്ക് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്ക് അധികം സമയം കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല. എന്ന കാരണം വെച്ചാൽ പറ്റുമോ പ്രേമേന്ദ്രൻ? അല്ല, അത് കഴിഞ്ഞ ദിവസം BJP വസ്തുനിഷ്ഠമായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയാൽ ബോധ്യപ്പെടും. എൻ്റെ അഭിപ്രായത്തിൽ വെള്ളാപ്പള്ളി നടേശനുമായി BJP ഉണ്ടാക്കിയ ചർച്ചാ വിഷയമല്ല ഇവിടെ, ഉണ്ടാക്കിയ രാഷ്ട്രീയ ധാരണയാണ് സത്യത്തിൽ BJPക്ക് ആഗ്രഹിച്ച വിജയം കൈവരിക്കാൻ കഴിയാതെ. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് റിഫോംസ് സ്റ്റോറേജിലാണ്. പാർലമെന്റിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വിലങ്ങ് തട്ടി. അതായത് വലിയൊരു ഇക്കണോമിക്, അത് KVSനോട് യോജിക്കുന്നതാണ്. അതായത് ഒരുപാട് ഇക്കണോമിക് റിഫോംസ് മോഡി പ്ലാൻ ചെയ്യുന്നു. ഒരുപാട് വാഗ്ദാനങ്ങൾ. ഞാൻ ഈ അസസ്മെന്റിനെ കുറ്റപ്പെടുത്തല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അതിൽ കുറച്ചുകൂടി ഇപ്പോൾ UP ഉദാഹരണം പറഞ്ഞു. ഞാനിപ്പോൾ നേരത്തെ രാജേന്ദ്രനോട് പറഞ്ഞുള്ളൂ. UPയിൽ ബ്രിട്ടാസിന് അറിയാമല്ലോ UP പൊളിറ്റിക്സ്. ഈ ടാലി ഒന്ന് കൊടുക്കട്ടെ. ടാലി ഓരോ പാർട്ടിക്കുള്ള ബ്രിട്ടാസിന് UP പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാമല്ലോ. UPയിൽ ജയിക്കണമെങ്കിൽ, ഇതുപോലൊരു മഹാസഖ്യം രൂപം കൊള്ളണമെങ്കിൽ മായാവതിയും മുലയമും കോൺഗ്രസും യോജിക്കണ്ടേ? ഏതെങ്കിലും കാലത്ത് കോൺഗ്രസും മുലയം സിംഗ് യോജിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ഒരു 30 കൊല്ലത്തെ ചരിത്രം എടുത്ത് നോക്കൂ. അറിയാത്തോണ്ട് ഞാൻ പറയാം. കേൾക്ക് അറിയാത്തോണ്ടാ. 424 സീറ്റിൽ 100 സീറ്റ് മാത്രം വാങ്ങി കോൺഗ്രസും മായാവതിയും സഖ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേൾക്ക്, SP BSP സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് BSPയും BJP സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. UP ആണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന്റെ ഫലം. അതുകൊണ്ട് അടുത്ത പോയിന്റ്, നിയമനിർമ്മാണം ദുഷ്കരം. അതായത് പാർലമെന്റിൽ രാജ്യസഭയിലെ ഭൂരിപക്ഷമില്ല. ഡീൻ എന്ന് പറയുന്നത് ക്വിക്കായിട്ട്. രാജ്യസഭയിൽ കഴിഞ്ഞ 1.25 വർഷക്കാലമായി ഗവൺമെന്റിന്റെ പല തെറ്റായ നയ സമീപനങ്ങൾക്കുമെതിരായി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തിയിട്ടുള്ള പ്രതിരോധം അത് കൂടുതൽ ശക്തിപ്പെടും. ഈ ഗവൺമെന്റിന്റെ തെറ്റായ എല്ലാ നയ സമീപനങ്ങൾക്കുമെതിരായ ശക്തമായ ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പ് ഫലം ഗുണം ചെയ്യും. ഇതിനകത്ത് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, പെട്ടെന്ന് ഇപ്പോൾ 146 വരെ ഉയർന്നിരിക്കുന്നു മഹാസഖ്യത്തിന്റെ
ലീഡ് 146. ഈ മഹാസഖ്യത്തിന് അനുകൂലമായ പ്രവചനങ്ങൾ പോലും ഇത് പ്രവചിച്ചിട്ടില്ല. ഇത് സ്പ്ലിറ്റ്. അതായത് JDU ഒന്നാമതെത്തി 67 സീറ്റുകൾ. JDUവിന് 67, RJDക്ക് 64, 101-ൽ 67, 101-ൽ 64, കോൺഗ്രസിന് 12 സീറ്റുകൾ.